അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം 9-ാം വാക്യം നമുക്ക് വായിക്കാം. നീയോ എൻ്റെ മകനെ ശലോമോനെ, നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവൻ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലും അവൻ നിന്നെ നേയ്ക്ക് തള്ളിക്കളയും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ചെറിയ പ്രായം മുതൽ ദൈവത്തെ അടുത്തറിയുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കണ്ട് സന്തോഷിക്കുവാനും ദൈവത്തെ പാടി സ്തുതിക്കുവാനുമുള്ള ഭാഗ്യം ദാവീദിന് ലഭിച്ചു. അതിൻ്റെ കാരണക്കാരൻ തൻ്റെ പിതാവ് തന്നെ ആകുവാനാണ് സാധ്യത. യഹോവ ശമൂവേലിനോട് സംസാരിക്കുന്നത്, ഞാൻ ഇശായിയുടെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്നാണല്ലോ 1 ശമൂവേൽ 16-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം ദാവീദിൻ്റെ പിതാവിനെ അറിയുമെന്ന് പറഞ്ഞാൽ തെറ്റില്ല. എന്തു തന്നെയായാലും ന്യായപ്രമാണത്തിൽ യഹോവ ജനത്തോട് കൽപ്പിക്കുന്നത് തലമുറകളെ യഹോവയെക്കുറിച്ച് പഠിപ്പിക്കണമെന്നാണ്. യഹോവയെക്കുറിച്ച് തലമുറകളെ പഠിപ്പിക്കുന്ന പിതാക്കന്മാർ ന്യായമായും യഹോവയെ അറിയുന്നവർ ആയിരിക്കണമല്ലോ. ദാവീദ് യഹോവയെക്കുറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ അറിയുവാനിടയായി. 81-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. തള്ളയാടുകളെ മേയ്ക്കുന്ന ജോലി ചെയ്തിരുന്ന ദാവീദ് യഹോവയെ അറിയുന്നവനാകിയാൽ ദൈവം അവനെ ഇസ്രയേലിൻ്റെ രാജാവായി ഉയർത്തുക തന്നെ ചെയ്തു. അപ്രകാരം ദൈവത്തിൽ നിന്നും നന്മ പ്രാപിച്ച ദാവീദാണ് തൻ്റെ മകനായ ശലോമോനോട് പറയുന്നത്, നീ നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുക എന്ന്. ദൈവത്തെ ശരിയായി അറിഞ്ഞെങ്കിൽ മാത്രമേ വാസ്തവമായി ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ദൈവത്തെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമായി പഠിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ ഗുണങ്ങളും ദൈവം തൻ്റെ വചനത്തിൽ കൂടിയും തൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. പാപത്തിൽ രസിക്കുന്നവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം അപ്രകാരം തന്നെ വെളിപ്പെടുത്തിയത്. ദൈവം ആത്മാവാകുന്നു എന്ന ദൈവം ബൈബിളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആത്മാവാകുന്ന ദൈവത്തിന് 3 വ്യത്യസ്ത ആളത്വങ്ങളുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന പേരിൽ പുതിയ നിയമത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ആളത്വമുണ്ട് എന്ന് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ എഴുതിയിട്ടുള്ള ആത്മാവും പ്രാണനും ദേഹവും എന്ന വാക്കുകൾ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല എന്ന് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ആത്മാവാകുന്ന ദൈവത്തിന് ആത്മാവ് ഉണ്ട് എന്ന് തെളിയുന്നു. ആത്മാവാകുന്ന ദൈവത്തിൻ്റെ മനുഷ്യരുടെ ഇടയിൽ താമസിക്കണമെങ്കിൽ ഒരു ശരീരം ആവശ്യമായതിനാലാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാക്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് വായിച്ചാൽ മനുഷ്യന് 3 ആളത്വങ്ങൾ ഉള്ളതുപോലെ ദൈവത്തിന് 3 ആളത്വങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവർ മൂവരും സഹതുല്യരും സഹനിത്യരുമാണ്. ദൈവം ആത്മാവാകിയാൽ അവനെ ആരാധിക്കുന്ന വ്യക്തികൾ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. പുതിയ നിയമത്തിൽ ദൈവത്തെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മനുഷ്യൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ദൈവം തന്നെ പ്രകാരം വെളിപ്പെടുത്തി. എന്നാൽ സെഖര്യാ പ്രവചനം 14-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. അന്നാളിൽ എന്ന വാക്കിന് അവസാന നാളിൽ എന്ന് അർത്ഥം. ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളിലേക്കും പ്രപഞ്ചത്തിലെ സകല ഗോളങ്ങളിലേക്കും ഒരേ സമയം തന്നെ തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് സാരം. ദൈവം സർവജ്ഞാനിയാണ്. സകലതും ഉള്ളതുപോലെ അറിയുവാൻ ദൈവത്തിന് കഴിയും എന്നർത്ഥം. ദൈവം ത്രികാലജ്ഞാനിയാണ്. ദൈവം രാജാവാണ്. സകല സൃഷ്ടികളുടെ മേലും ഭരണ അധികാരമുള്ളവനാണ്.
യഹോവയാ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. ഇനി നമുക്ക് ദൈവത്തിൻ്റെ ധാർമ്മിക വിശേഷ ലക്ഷണങ്ങൾ അഥവാ മോറൽ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് പഠിക്കാം. ദൈവം വിശുദ്ധനാകുന്നു. ലേവ്യ പുസ്തകം 11-ാം അധ്യായം 44-ാം വാക്യത്തിൽ താൻ വിശുദ്ധനാകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. നമ്മെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാകുന്നെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് നമ്മെ അശുദ്ധരാക്കുകയും ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുകയും ചെയ്യുന്നത്. തന്നെയുമല്ല, നിത്യ നരകത്തിന് യോഗ്യരായി തീരുവാൻ നാം അശുദ്ധരായി തീർന്നാൽ മാത്രം മതിയാകും. ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവയാണ് നമ്മെ അശുദ്ധമാക്കുന്ന കാര്യങ്ങൾ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കേട്ട ജഡത്തിൻ്റെ പ്രവൃത്തികൾ നമ്മെ അശുദ്ധരാക്കി തീർക്കുകയും അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയും സാത്താൻ്റെ ബന്ധനത്തിൽ ആകുവാൻ ഇടവരുത്തുകയും ചെയ്യുന്നു. ദൈവം നീതിമാനാകുന്നു. ദൈവനീതി വെളിപ്പെടുന്നത് എങ്ങനെയെന്ന് ഒരു ചോദ്യം കേൾക്കാറുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. എന്നാൽ നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ച് ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെയും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതിയൊന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും. ഇതാണ് ദൈവത്തിൻ്റെ നീതി. അതുകൊണ്ടാണ് ദാവീദ് തെറ്റ് ചെയ്തപ്പോൾ ദൈവം അവനെ കഠിനമായി ശിക്ഷിച്ചത്. ദൈവം വിശ്വസ്തനാകുന്നു. ദൈവം ഒരു വാഗ്ദാനം ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യവസ്ഥയോടുകൂടി മാത്രമേ കൊടുക്കുകയുള്ളൂ. നാം വ്യവസ്ഥ പാലിച്ചാൽ നിശ്ചയമായും ദൈവം തന്ന വാഗ്ദാനം നിറവേറുക തന്നെ ചെയ്യും. അവൻ വാക്കുമാറാത്ത വിശ്വസ്തനായ ദൈവമാണ്. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം അവകാശമായി കൊടുക്കുമെന്ന് കൽപ്പിച്ച ദൈവം ചരടുകൊണ്ട് അളന്ന് തന്നെ കനാൻ ദേശം അവർക്ക് അവകാശമായി കൊടുത്തു. വ്യവസ്ഥ പാലിക്കാത്ത ഏലി പുരോഹിതന് ദൈവം ശിക്ഷ കൊടുത്തുകൊണ്ട് തൻ്റെ 2 മക്കളും ഒരു ദിവസം തന്നെ മരിച്ചു പോകുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ദൈവം കരുണയുള്ളവനാണ്. സൃഷ്ടിജാലങ്ങളുടെ വ്യാകുലങ്ങളിൽ കനിഞ്ഞ് വിടുതൽ തരുന്നതും പശ്ചാത്താപിക്കുന്ന പാപിയോട് ക്ഷമിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതും ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം കൃപയുള്ളവനാണ്. അർഹിക്കാത്ത നന്മയാണ് കൃപ. നാം നശിച്ചു പോകാത്തത് ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ പാപത്തിൻ്റെയും അതിൻ്റെ ഫലമായി നമ്മിൽ വന്നു ചേർന്ന ശാപത്തിൻ്റെയും ശിക്ഷയായി നാം അർഹിക്കുന്നത് ഗന്ധകം കത്തുന്ന തീ, പൊയ്കയായ നിത്യ നരകമാണ്. നാം അർഹിക്കുന്ന ഈ ശിക്ഷ നമുക്ക് തരാതെ ഇരിക്കുവാനായി നാം പാപികളായിരിക്കുമ്പോൾ തന്നെ തക്ക സമയത്ത് നമ്മുടെ പാപവും ശാപവും തൻ്റെ ശിരസിന്മേൽ വഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട് അവസാന തുളി രക്തവും നമുക്ക് വേണ്ടി ക്രൂശിൽ ചൊരിഞ്ഞ് യാഗമായി തീരുകയും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു തരികയും അവൻ്റെ ആത്മാവിനെ തന്ന് നമ്മെ ദൈവമക്കളാക്കി തീർക്കുകയും നാം അർഹിക്കാത്ത ദൈവത്തിൻ്റെ പുത്രൻ എന്ന പദവി ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം നമുക്ക് തരികയും ചെയ്തു. ഇതിനെയാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് നാം പറയേണ്ടത്. അർഹിക്കുന്ന ശിക്ഷ നമുക്ക് തരാതെ അർഹിക്കാത്ത പുത്രത്വം ദൈവം നമുക്ക് തന്നു. ദൈവം ദീർഘക്ഷമയുള്ളവൻ ആണ്. ഒരു പാപി പാപത്തിൽ തുടർന്നാൽ ഉടനടി ശിക്ഷ വരാത്തതിനാൽ അവൻ മുതലെടുപ്പ് നടത്തുവാൻ സാധ്യതയുണ്ട്. എന്നാലും ആ വ്യക്തിയോട് അവൻ്റെ മാനസാന്തരം കാണുവാൻ ദൈവം തൻ്റെ ദയ ദീർഘമാക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ദീർഘക്ഷമ ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവം സ്നേഹമാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ സ്നേഹത്തെ തൻ്റെ പുത്രനെ പാപികളായ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ടാണ് വെളിപ്പെടുത്തിയത്. ദൈവം നല്ലവനാണ്. ദൈവം ഇപ്പോൾ എല്ലാവർക്കും നല്ലവനാണ്. എന്നാൽ നാം പാപം ചെയ്ത ശേഷം മരിച്ചാൽ നിശ്ചയമായും നാം നരകത്തിൽ പോകേണ്ടി വരും. കാരണം പാപം ചെയ്യുന്നവൻ
എല്ലാം പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-8 രേഖപ്പെടുത്തിയിരിക്കുന്നു. പിശാചിനെ നരകത്തിൽ ദൈവം തള്ളുമ്പോൾ പിശാചിൻ്റെ മകനെ പിശാച് ഉപേക്ഷിക്കുകയില്ലല്ലോ. എന്നാൽ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപവും പോക്കി ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാപത്തെ ഉപേക്ഷിച്ച നിമിഷം തന്നെ നാം ദൈവമക്കളായി തീരുകയാണ് ചെയ്യുന്നതെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. നാം കേട്ട കാര്യങ്ങളെല്ലാം ബൈബിളിൽ ദൈവത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളതും നാം ഉത്സാഹത്തോടെ അനുസരിക്കേണ്ടതുമാകുന്നു. ഈ കാര്യങ്ങളെല്ലാം ദാവീദ് ന്യായപ്രമാണത്തിൽ നിന്നും പഠിക്കുകയും പ്രമാണിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ മകനായ ശലോമോനോട് അവൻ പറയുകയാണ്, ശലോമോനെ, നീ നിൻ്റെ അപ്പൻ്റെ ദൈവത്തെ അറിയുക എന്ന്. എന്നാൽ അവൻ തൻ്റെ അപ്പൻ്റെ ദൈവമായ യഹോവയെ അറിയുവാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ 700 വെപ്പാട്ടികളും 300 കുലീന ഭക്തികളും ഇവനെ അന്യദൈവത്തെങ്കിലേക്ക് നടത്തി. ശലോമോൻ ദൈവത്തോട് പാപം ചെയ്യേണ്ടി വരികയും ചെയ്തു. ആകയാൽ നാം അപ്രകാരം ചതിയിൽപ്പെടാതിരിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ പ്രമാണം വായിക്കുകയും പ്രമാണിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ സൃഷ്ടാവിനെ നമുക്ക് അറിഞ്ഞ് ജീവിക്കാം. സകല അനീതിയിൽ നിന്നും നമുക്ക് കാൽ വലിക്കാം. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നമുക്ക് ദൈവമക്കളായി ജീവിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയ കണ്ണുകൾ തുറക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നല്ല പ്രത്യാശയും നല്ല ദേഹബലവും കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ജനിക്കുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും മോചനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.